ശ്രീ കേരള ടിന്നിയും ഇപ്പോൾ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. അതായത് പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ നാടാണെന്നും അവിടെ വലിഞ്ഞു കയറിപ്പോൾ ഇസ്രയേൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോലാണ് ശാശ്വത സമാധാനം എന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് അല്ല, അത് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി ആണ്. പോട്ടെ, ഇന്ത്യ നിലപാടിൽ നിന്ന് മാറി എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം. അതും പോട്ടെ, ഇവിടെ ഇവിടെ നമ്മുടെ ഈ കപ്പൽ എന്താണ് നമ്മുടെ മിലാൻ 2026 പങ്കെടുത്തു, ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തു, അവിടെ വിശാഖപട്ടണത്ത് സിറ്റി പരേഡിൽ പങ്കെടുത്തു, അവരുടെ ബാൻഡ് സെറ്റ് അടക്കമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാന്റെ നാവികസേനാ മേധാവി അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ നാവികസേനാ മേധാവിയുമായി അവർ സംസാരിച്ചു. ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങിപ്പോയ വഴിക്കാണല്ലോ ഈ പറയുന്ന ആക്രമണം ഉണ്ടായത്. അന്ന് PIBയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്: The president appreciated the officers and sailors from friendly foreign navies. She said that they represent the best traditions of their service and their nation. Their discipline, dedication and competence are the foundations upon which collective maritime security is built. She underlined that their presence in the fleet review has further strengthened our bonds of trust and reaffirmed our shared commitment to peace, stability and cooperation at sea. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിച്ചു വന്ന നമ്മുടെ സൗഹൃദ രാജ്യം, ശരി, അത് നടന്നത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും അത് ശരിയല്ല എന്ന് പറയാനുള്ള, മയത്തിൽ പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നമുക്കുണ്ടോ ശ്രീ എസ് ഡിന്നി? നോക്കൂ ശ്രീ ഹാഷ്മി, ഈ ഒരു മിലാൻ 2026 ഏകദേശം 74 രാജ്യങ്ങളുടെ ഷിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഷിപ്പുകളും മറ്റ് നേവിയുടെ അസറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 74 രാജ്യങ്ങളുടെയാണ്. അതിനകത്താണ് ഇറാനിന്റെ യുദ്ധക്കപ്പലും നമ്മളിവിടുത്തെ വന്നിട്ടുള്ളത്. അപ്പം ഇത് 25-ാം തീയതി കഴിഞ്ഞ് അത് തിരിച്ചു പോവുകയാണ്. 28-ാം തീയതിയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പം നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറീസ് ഉണ്ട്. അതായത് 12 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മുടെ സ്വന്തം, അതിനകത്ത് നമ്മുടെ സോവറിൻ റൈറ്റ്സ് ആണ്. 24 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ്. 200 നോട്ടിക്കൽ മൈൽസ്, ഏകദേശം 370 കിലോമീറ്റർ വരെ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. ഈ ഒരു ഷിപ്പിന് IRIS ദേനേനെ അവര് US സ്ട്രൈക്ക് ചെയ്തത് എവിടെയാണ്? ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽസിലാണ്. ഒന്ന് അത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവര് പോയ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും എസ്കോർട്ടിന്റെ ആവശ്യം, ഇപ്പൊ നേവിയിൽ എസ്കോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പം ചില ഏരിയയിൽ കൂടെ പോകുമ്പോൾ അവർ എസ്കോർട്സിന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇന്ത്യയിൽ നിന്ന് അത് അവർ ചോദിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റ് പോലും ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതായത് ഒരു ധാർമ്മികമായിട്ട് നമ്മൾ ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. നമ്മളെ ഏതെങ്കിലും ഒരു ബേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് വരണമെന്ന് അവർ ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല, എന്നും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം വരുന്ന ചില റിപ്പോർട്ട്സ്, അതായത് ശ്രീലങ്കൻ പാർലമെന്റിൽ ഒരു MP ചോദിച്ചതായിട്ട്, എന്തുകൊണ്ട് ഈ ഷിപ്പ് ഏകദേശം 11 മണിക്കൂറോളം ശ്രീലങ്കയിലേക്ക് ചോദിക്കുമായിരുന്നു പെർമിഷൻ, പക്ഷെ അത് കൊടുത്തില്ല എന്നുള്ള അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഉള്ള ഒരു ധാർമ്മികമായിട്ട് നോക്കൂ, ഈ ഒരു ഷിപ്പ് നമ്മുടെ അഭിമാന പരിപാടിയാണ്. അഭിമാന പരിപാടിയിൽ ഞാൻ ഒരു ചെറിയ തിരുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 74 രാജ്യങ്ങളുടെ പടക്കപ്പലുകളൊന്നില്ല, 74 രാജ്യങ്ങൾ സഹകരിച്ചതാണ്. 18 രാജ്യങ്ങളുടെ 19 പടക്കപ്പലുകളാണ് അന്ന് പടക്കപ്പൽ എന്നുള്ള നിലയ്ക്ക് അവിടെ വന്നത്. അമേരിക്കൻ പടക്കപ്പൽ വരുമെന്ന് പറഞ്ഞു, പക്ഷേ അവർ വന്നില്ല. ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ടാകും. 74 രാജ്യങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നെങ്കിലും ആ 18 രാജ്യങ്ങളിൽ പെട്ട ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് നമ്മുടെ ഒരു രാജ്യത്തിന്റെ അഭിമാന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, ധാർമ്മിക കടപ്പാട്, താങ്കൾ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി ശരിയാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങളുടെ അടുത്ത് വെച്ച് ഈ പണി ചെയ്തത് ശരിയായില്ല എന്ന മയത്തിലൊന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടോ ശ്രീ എസ് ഡിന്നി? ഞാൻ അതിന്റെ ഇതന്നെ ചോദിച്ചു. നോക്കൂ, ഇപ്പം ഈ ഒരു യുദ്ധം നടക്കുകയാണ്. ശ്രീ ഹാഷ്മി, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ശരികളും തെറ്റുകളൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും, അല്ലെങ്കിൽ ശരിയായിട്ട് തോന്നും. ഈ ശരിയും തെറ്റുകളൊന്നും അല്ല യുദ്ധത്തിൽ നടക്കുന്നത്. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇറാനിന്റെ ശരികളും ഇറാന്റെ തെറ്റുകളും, US ശരികളും US തെറ്റുകളാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കയറിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? US ചെയ്ത തെറ്റാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഇറാൻ ഇതേപോലെ അവരുടെ US കാരിയറിൽ സ്ട്രൈക്ക് ചെയ്തില്ലേ? 6 US സോൾജേഴ്സ് മരിച്ചില്ലേ? അതെങ്ങനെയാണ്? അപ്പൊ അത് നമ്മൾ തെറ്റാന്ന് പറയുമോ? അപ്പൊ ഇത് രണ്ടും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മളതായിട്ടുള്ള ശരികളും തെറ്റുകളൊന്നും ഇല്ല. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തു. ആ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്, ശരിയാണെന്ന്? എത്ര രാജ്യങ്ങൾ പറഞ്ഞു? നമുക്ക് ശരിയായിട്ട് തോന്നി, നമ്മളത് ചെയ്തു. അപ്പൊ ഇത് യുദ്ധത്തിൽ നമ്മൾ എന്തുകൊണ്ടൊരു സ്റ്റാൻഡ് എടുത്തില്ല എന്ന് നേരത്തെ ശ്രീ രാജുഭായ് നായർ പറഞ്ഞു. ഞാൻ ഒരു 3 എക്സാമ്പിൾ പറയാം. ഒന്ന്, 1956 പണ്ഡിറ്റ് നെഹ്റു
ഹംഗറി എന്നുള്ള രാജ്യത്തിൽ അവിടെ സോവിയറ്റ് യൂണിയൻ അഗേൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. അന്ന് പണ്ഡിറ്റ് നെഹ്റു അതിനെ അപലപിച്ചായിരുന്നോ? കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ? ഇല്ല. ഞാൻ അതിനെ വിശ്വസിക്കുന്നത് അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതായത് സോവിയറ്റ് യൂണിയൻ അന്ന് പിണക്കണ്ട എന്നുള്ള രീതിയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇനി വേറൊരു ഞാൻ ചോദിക്കാം, 1900 നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞു ഈ ചേരിചേരാ നയത്തിൽ നമ്മൾ AC റൂമിൽ കയറി ഇരിക്കുന്നല്ല എന്ന്. 1971 ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, ശക്തമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, നമുക്ക് ഇത്രയും വലിയൊരു വിജയം തന്ന ഒരു പ്രൈം മിനിസ്റ്റർ, ആ ഇന്ദിരാഗാന്ധി എന്ത് ചേരിചേരുന്ന നയത്തിന്റെ പേരിലാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തത്? ആ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തോണ്ടല്ലേ നമ്മളെ 7th ഫ്ലീറ്റ് വന്നപ്പോൾ തിരിച്ചു പോകാൻ അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്? അപ്പൊ അവിടെ എന്ത് ചേരിചേരാ നയം വന്നു? അവിടെയും രാഷ്ട്ര താല്പര്യമാണ് നോക്കിയത്. ഇനി മൻമോഹൻ സിംഗ്ജിയുടെ കാര്യം ഞാൻ പറയാം. പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, സദ്ദാം ഹുസൈൻ മരിച്ചത് ഇവിടെ തൂക്കിക്കൊന്നത് ഡിസംബർ 30 2006 അന്ന് UP ഭരിച്ച ശ്രീ മൻമോഹൻ സിംഗ് അതിനെ കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ? അപലപിച്ചായിരുന്നോ? ഇല്ല. ഡീപ്ലി ഡിസ്റ്റർബ്ഡ് മാത്രമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം US-നെ അന്ന് നമുക്ക് പണക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. അല്ലാതെ ഇത് നമ്മള് എന്താ പറഞ്ഞ പറയാം, TV ചാനൽ വന്ന് പറയാം, നമുക്ക് ഡിപ്ലോമസി വേറൊരു സാധനമാണെന്ന് പറഞ്ഞത്. പക്ഷേ 7ാം കപ്പൽപ്പട വരുമ്പോഴേക്കും ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്നാൽ ആ 7ാം കപ്പൽപ്പട തിരിച്ച് ജീവനോടെ പോകണം ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഇന്ദിരാഗാന്ധി ധൈര്യത്തോടെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞത് അമേരിക്കയോട് തന്നെയാണ്. ഞാൻ അങ്ങനെ എത്താം. പ്രഭാരം പലേരി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 71 ഇന്ത്യ പാക് യുദ്ധകാലത്ത് പറഞ്ഞതിന്റെ ശ്രീ ഹാഷ്മി ഒറ്റൊരു വാക്ക്, അത് പറഞ്ഞതിന്റെ ഒരൊറ്റ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞതിന്റെ പിന്നിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള സുഹൃത്ത് നമ്മളുടെ അടുത്തുണ്ടായിരുന്നു. അത് ശ്രീമതി ഇന്ദിരാഗാന്ധി വളരെ കറക്റ്റ് ആയിട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സൈൻ ചെയ്തിരുന്നു. അതുകൂടെ നമ്മൾ ചേർത്ത് പറയാം. അന്നും അമേരിക്ക ഈ പറയുന്ന പോലെ ശക്തമായ രാജ്യമാണ്. നിക്സൺ അവിടുത്തെ വലിയ കൊമ്പ് വെച്ച അവിടുത്തെ വലിയ പ്രസിഡന്റാണ്. തരിമ്പിന് പേടിയില്ലാതെ പറഞ്ഞാണ് ഇന്ദിരാഗാന്ധി. പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.